ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലെ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും എങ്ങനെ മാറ്റാമെന്നുള്ളതും അതിലെങ്ങനെ ഒരു മെയിൽ നമുക്ക് അയക്കാമെന്നുള്ളതും പിന്നെ അതിൽ വരുത്താൻ പറ്റുന്ന ചില മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോമിൽ കയറുക. അതിൽ നേരെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്ത് ആദ്യം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ എന്നിട്ട് അതിൽ നമ്മുടെ നെയിം, ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നെയിമായിട്ടൊക്കെയാണ് കിങ് ഓഫ് ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ചാനൽ നെയിമാണ്. അതിൽ മേളിൽ കാണിക്കുന്ന പ്രൊഫൈൽ പിക്ചറിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ അപ്ലോഡ് ഫോട്ടോസിൽ സെലക്ട് എ ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഏത് ഫയൽസിലാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ ഇട്ടേക്കുന്നത് എന്ന് നമുക്ക് നോക്കാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അത് നേരെ നമുക്ക് ഫയൽ മാനേജറിൽ ചെല്ലുക. ഫയൽ മാനേജർ ചെന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇഷ്ടമായ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫോട്ടോസായി കാണാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ഫയലാണ് നമുക്ക് സേവ് വെച്ചേക്കണം ആ ഫയലിൽ നമുക്ക് നോക്കിയിട്ട് അതും കണ്ടുപിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഒരു ഫോൾഡറാണ്. അത് നേരെ എടുത്ത് ആ പ്രൊഫൈൽ പിക്ചർ ഞാൻ ആഡ് ചെയ്യും. 2-3 സെക്കൻഡിനുള്ളിൽ ഫോട്ടോ അപ്ലോഡ് ആവും. അതിനുശേഷം നേരെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ച് ക്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീഡിയോ ഒന്ന് മേലാക്കി എടുക്കാം. പകുതി ഒരു ഇതായിട്ടൊക്കെ ആയിരിക്കും ഇതിൽ ഡിഫോൾട്ടായിട്ട് പറ്റുന്നത്. നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് ആസ് പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കാം. 2-3 സെക്കൻഡിനുള്ളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡായി റെഡി ആവുന്നതായിരിക്കും. ഇതിപ്പോൾ കണ്ടതില്ല, എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് എടുത്തു നോക്കാം. പ്രൊഫൈൽ പിക്ചർ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മെയിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് ആക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്കിതിലെ തീം എങ്ങനെയാണെന്ന് മാറ്റണം നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിലുള്ള സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതെടുത്തിട്ട് സീ ഓൾ സെറ്റിങ്സ് എന്നുള്ള ഏറ്റവും ടോപ്പിൽ തന്നെ കാണുക, അത് നിൽക്കുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ലേബലുണ്ട്, ഇൻബോക്സ് ഉണ്ട്, അക്കൗണ്ട് ആൻഡ് ഇമ്പോർട്ട് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ലെയറിൽ കാണുന്ന തീംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും അറ്റത്താണുള്ളത്. ആ തീംസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നേരെ സെറ്റ് തീം കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഞാൻ സെലക്ട് നല്ലൊരു ഫോട്ടോ നോക്കി ഞാൻ സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇഷ്ടമായ ഫോട്ടോസാണ് താഴത്തേക്ക് പോകുമ്പോൾ ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ അതല്ലാണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഫോട്ടോസ് ആണെങ്കിൽ അതും ആഡ് ചെയ്യുക. ഇഷ്ടംമാതിരി ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. മോർ ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമായ ഇമേജ് പിന്നെയും വരും. അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഉള്ള നല്ലൊരു ഇമേജ് നോക്കി അതിൽ സെറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തീം എൻ്റെ ഇപ്പോൾ സെറ്റായി കണ്ടപ്പോൾ എൻ്റെ തീമും കാര്യങ്ങളൊക്കെ മാറി. ഇനിയിപ്പോൾ ഞാൻ ഏത് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ തീമിനായിരിക്കും കാണിക്കണം എൻ്റെ ഫോണിൽ. കണ്ടോ, ഏത് ഇതെടുത്താലും അത് തന്നെ ആ തീം എൻ്റെ ഫോണിൽ സെറ്റായി. ഇനി നമുക്ക് എങ്ങനെ ഒരു മെയിൽ കമ്പോസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പോസ് നിൽക്കാം. എന്നിട്ട് ഇപ്പോൾ ആർക്കാണോ അയക്കണ മെയിൽ അയാളുടെ മെയിൽ ഐ ഡി അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചാനലിൽ എൻ്റെ മെയിൽ ഐ ഡിയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. കിങ്ഡം ഓഫ് ഹെവൻ നല്ല എൻ്റെ ചാനലിൻ്റെ നെയിം എൻ്റെ മെയിൽ ഐ ഡിന് അടിച്ചു കൊടുക്കുന്നു. അത് സബ്ജക്റ്റ് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, എന്തായാലും ഇപ്പോൾ SLC ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സബ്ജക്റ്റ് SSLC ബുക്ക് എന്ന് അടിച്ചു കൊടുക്കുന്നു. കൂട്ടത്തിൽ ലൈസൻസ് എന്തെങ്കിലും ഇതുള്ള. അതിനുശേഷം ആ സെൻഡ് എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ ഇതിൽ പിന്നിൻ്റെ അടുത്ത് ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോറി, ഞാൻ നിൽക്കിയത് മാറിപ്പോയതാണ്.
പിന്നിൻ്റെ ഐക്കൺ, രണ്ടാമത്തെ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഇമേജാണ്, ഏത് ഇതാണ് അയക്കേണ്ടത് അത് വരും. അത് നിങ്ങൾ നേരെ നിങ്ങൾ ഫോട്ടോസിൽ പോയിട്ടാണെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ ഫയൽ മാനേജർ എടുക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഏതാണോ, ഇപ്പോൾ അയക്കേണ്ട ഫോട്ടോ ഏതാണോ ആ അയക്കേണ്ട ഫോട്ടോ എടുക്കുക, നേരെ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയക്കാം, സെൻഡ് കൊടുക്കാം. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ മെയിൽ പോകും. കണ്ട, അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് മെയിൽ വന്നു. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് തന്നെ അയച്ച മെയിലാണ് ഈ കണ്ടത്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യണമെങ്കിൽ മറ്റേ മാർക്ക് കൊടുക്കുക. അതിന് ആ സ്റ്റാറിൻ്റെ ചിഹ്നത്തിനോട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജായിട്ട് അവിടെ കിടന്നോളും. കണ്ട, ഒരു മഞ്ഞ കത്തിയുണ്ട് ഇപ്പോൾ അവിടെ, അങ്ങനെ കിടന്നോളും. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇടണമെന്ന് ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എ ന്യൂ ലേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതെടുക്കാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നിങ്ങളുടെ പേരാണെങ്കിൽ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. നമ്മുടെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ അടിക്കുന്നത് കിങ് ഓഫ് ഈവ് അടിച്ചു കൊടുക്കുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലെ ഓപ്ഷനിൽ സെൻഡ് ഡ്രാഫ്റ്റ് എന്നുള്ളതിൻ്റെ താഴത്ത് കാണാൻ പറ്റും കിങ് ഓഫ് ഹീവ് എന്നിട്ടുള്ള എൻ്റെ ചാനലിൻ്റെ പേര് കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഒറ്റ മെസ്സേജ് പോലും കിടപ്പില്ല. ഇനിയിപ്പോൾ ഞാൻ അതിലേക്കൊരു മെസ്സേജ്, ഇപ്പോൾ നമ്മൾ എൻ്റെ ചാനലിൽ നിന്ന് അയച്ച എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ടാകും, ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കും. ആ ഫോട്ടോ നമുക്ക് എങ്ങനെ ആ ഫോൾഡറിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അതിന് നേരെ റൈറ്റ് സൈഡിൽ കാണാൻ 3 കുത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഏറ്റവും മുകളിൽ ആ ചിഹ്നത്തിൽ ഒരു ആരോ പോലത്തൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ മാറ്റേണ്ടത് അതിൻ്റെ ആ ഫോൾഡറിലേക്ക് ഒരു ക്ലിക്ക് കൊടുക്കുക, നേരെ ആ ഫോൾഡറിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോൾഡറിൽ നിന്ന് എടുത്ത് നോക്കാം. നേരെ ആ ഡ്രാഫ്റ്റിന് കഴിഞ്ഞ് കിങ് ഓഫ് ഹീവ് ഇപ്പോൾ കണ്ട ആ ഒരു ഫോൾഡറിലേക്ക് എൻ്റെ ഇത് മാറിപ്പോയിട്ടുണ്ട്. കണ്ടോ? ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാതിരി നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഫയൽസും നിങ്ങൾക്ക് കയറ്റിയിടാം. നിങ്ങളുടെ SSLC ബുക്ക്, നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തിടാം. നല്ലൊരു ഗുണമുള്ള കാര്യമാണ്. വേറൊന്നുമില്ല, നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ കാണാതെ പോയി വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഫയൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ സേവ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കപ്പോൾ വേറൊരു ഫോണിൽ നിന്ന് നിങ്ങളുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് അതിൽ ആ ഫോൾഡറിൽ നിങ്ങളുടെ ഫോട്ടോസോ അതെന്തെങ്കിലും ഇപ്പോൾ SSLC ബുക്കോ ലൈസൻസോ ആധാറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിടപ്പുണ്ടാവും. അത് നേരെ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്ത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക, കളർ സ്കാൻ ചെയ്തിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കോപ്പി ആയിട്ട് നമുക്ക് ലാമിനേറ്റ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി, താങ്ക് യു.